ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ദൈവഭക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തോടുള്ള ഭയമാണ് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനോട് തോന്നുന്ന ആരാധനാ മനോഭാവമാണ്. തന്മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് പ്രായോഗികമായിരിക്കുന്ന ദൈവഭക്തിയുടെ വശം. അതുപോലെ ദൈവഭക്തി നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വിശ്വാസത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ യാത്ര വിശ്വാസത്തിൽ പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തോടുള്ള ഭയമാണ്, ദൈവഭക്തിയാണ്. അതിനുശേഷം നമ്മൾ ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു. 3 കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു. ദൈവം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു, അവൻ്റെ ആവശ്യങ്ങളെ നൽകി അവനെ പരിപാലിക്കുന്നു, അവൻ്റെ പ്രാണനെ ദൈവം സംരക്ഷിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്കും നമുക്ക് ഇന്ന് കടക്കാം. സങ്കീർത്തനങ്ങൾ 25:12 നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. യഹോവഭക്തനായ പുരുഷന് ദൈവം നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മളിവിടെ വായിക്കുന്നവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. തൻ്റെ ഭക്തന് ദൈവം നൽകുന്ന ഒരു പ്രൊവിഷൻ, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളിലാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകാറ്. ചില തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ തോൽവിക്ക് കാരണമാക്കി തീർക്കാറുണ്ട്. എങ്ങനെ ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ളത് പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിഷയമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ഏത് കോളേജിൽ പോകണം, ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുന്നു, ഈ വിവാഹം നടക്കണോ നടക്കണ്ടയോ, എന്താണ് ദൈവമേ നിൻ്റെ ഹിതം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുപ്പുകളുടെ മുൻപേ നിൽക്കേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തമായ ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പിവട്ടലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നടത്തിപ്പുകൾക്കും അനുഗ്രഹത്തിനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുകയാണ്, ഞാൻ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അത് ഭക്തന് ദൈവം കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ നന്മ എന്ന് പറയുന്നത്, നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ ദൈവം നമുക്ക് പ്രത്യേകമായ ആലോചനകളെ നൽകി ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. സങ്കീർത്തനങ്ങൾ 115:11. അതെ, ദൈവം യഹോവയിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, ദൈവം അവരുടെ സഹായമാണ്, പരിചയമാണ്. ദൈവം ഒരു ഭക്തന് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സഹായവും എപ്പോഴും അവന് നൽകുന്നു. ഭക്തന് പ്രത്യേകമായിട്ട് ദൈവം അത് മാർക്ക് ചെയ്ത് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ, ദാവീദ് രാജാവ് അഭിഷിക്തനായി തീർന്നുവെങ്കിൽ പോലും ദൈവത്തിൻ്റെ സമയത്തേക്ക് വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ്. നമ്മൾ ശരിയായി പഠിക്കുകയാണെങ്കിൽ 10-17 വർഷക്കാലം ഇസ്രായേലിൻ്റെ രാജാവാകുന്നതും താൻ അഭിഷിക്തനാകുന്നതും തമ്മിൽ ഉള്ള ദൂരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാലം മുഴുവനും ദാവീദ് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. തൻ്റെ കൈകളിൽ ശൗൽ എത്തിപ്പെട്ടിട്ട് പോലും അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ ദാവീദ് തുനിഞ്ഞില്ല. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. യഹോവയുടെ അഭിഷിക്തൻ്റെ മേലെ കൈ ഓങ്ങുവാൻ എനിക്ക് ഇടയാകരുതേ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അനേക വർഷങ്ങൾ മരുഭൂമിയിലും മറ്റ് പലയിടത്തുമായിട്ട് ഇങ്ങനെ ഒരു തൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒരു കാട്ടുകോഴിയെ പോലെ അല്ലെങ്കിൽ ഒരു ചെള്ളിനെ പോലെ ഓടിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഇതിൻ്റെയൊക്കെ മധ്യേ ദാവീദിനെ ദൈവം സംരക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഈ കാലയളവ് മുഴുവനും ദാവീദ് അനുഭവിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ നല്ലൊരു പങ്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെ ഓരോ തവണയും ദൈവം രക്ഷിക്കും, താനൊരു സങ്കീർത്തനം എഴുതും. അങ്ങനെ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ, തൻ്റെ സഹായത്തെ
അനുദിനം അനുഭവിച്ചു വന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇത് ദാവീദിൻ്റെ മാത്രം കാര്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ദൈവം ഇങ്ങനെ തന്നെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷ അഭിയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ആവശ്യത്തിൻ്റെ മധ്യേ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം നൽകപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഭക്തന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സഹായവും തൻ്റെ കരുണയും നമുക്കെപ്പോഴും ലഭ്യമാകുന്നു. ലൂക്കോസ് 1:50. ലൂക്കോസ് 1:50. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയായി ഇരിക്കുന്നു. എത്രയോ നല്ല അനുഗ്രഹമാണ്. തലമുറ മാത്രമല്ല, തലമുറ തലമുറയായും ഇരിക്കുന്നു. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോയാൽ അവനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത അവൻ്റെ തലമുറ തലമുറകളിലേക്ക് പരക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സത്യമാണ്. ദൈവത്തെ ഭയപ്പെട്ട ഒരു അബ്രഹാം അവൻ്റെ തലമുറ അടുത്ത തലമുറ വന്നപ്പോൾ ഇസ്ഹാക്കിനോട് പറയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബ്രഹാമിൻ്റെ ദൈവമായ ഞാൻ എന്നാണ് പറയുന്നത്. ഇസ്ഹാക്ക് ദൈവത്തെ ഭയപ്പെട്ടു. ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നത് തന്നെ ഇസ്ഹാക്കിൻ്റെ ഭയമായവനെന്നാണ് ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ മകൻ യാക്കോബ് എത്തി. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു അഡീഷൻ ചേർത്തു: ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമാണ്. യാക്കോബ് ആദ്യം അല്പം വികടബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ പേരിൽ തന്നെ അല്പം കൗശലക്കാരൻ ഉപായി എന്നൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം അവനെ ഉടച്ചു വാർത്ത് ഉത്തമനായ ഒരു ഭക്തനാക്കി തീർത്തു. തൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഭക്തൻ മരിക്കുന്ന പോലെ അവൻ മരിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ സന്തതി വന്നപ്പോൾ ദൈവം പേര് മാറ്റി പിന്നെയും എങ്ങനെ പറഞ്ഞു? അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് ഞാൻ പറയുന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുക. ദൈവത്തിന് തൻ്റെ ഭക്തന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതിൽ ഒരു സന്തോഷം ഉണ്ട്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് അത് ഇഷ്ടമാണ്, തൻ്റെ ഭക്തന്മാരുടെ പേരിൽ അറിയപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മുടെ പേരും ദൈവത്തിൻ്റെ സന്തോഷമായി തീരണമെങ്കിൽ നമ്മൾ ദൈവഭക്തന്മാരായി ജീവിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം പറയും, ഞാൻ ഇന്നാരുടെ ദൈവമാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിച്ചത് ഈ 3 പിതാക്കന്മാരുടെ ഭക്തിയോടുകൂടിയ ജീവിത നിമിത്തമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 6ാമത്തെ പോയിന്റ്, ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും അതുപോലെ ബഹുമാനവും നൽകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അവർക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ബഹുമാനവും അവർക്ക് ലഭ്യമാകും. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 85:8. അതെ, ദൈവം തൻ്റെ ഭക്തന്മാരോട് സമാധാനം അരുളും എന്ന് നമ്മൾ കാണുന്നു. അവർ തെറ്റിൽ പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ സമാധാനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സദൃശവാക്യം 31:30. സദൃശവാക്യം 31:30. ഒരു വാക്യം കൂടെ, സങ്കീർത്തനം 132:16. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു: സമാധാനം, സന്തോഷം, പിന്നെ 3ാമത് നമ്മൾ കണ്ടത് പ്രശംസ. ഇത് 3ഉം കൊടുക്കുന്നത് ഭക്തന്മാർക്കാണ്. യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ് പ്രശംസിക്കപ്പെടുന്നത്. യഹോവയുടെ ഭക്തന്മാർക്കാണ് അവൻ ഘോഷം നൽകുന്നത് അഥവാ സന്തോഷം നൽകുന്നത്. അതുപോലെ തൻ്റെ ഭക്തന്മാർക്ക് അവൻ സമാധാനം നൽകുന്നവനാണ്. തത്വത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത്, ഏറ്റവും സന്തോഷമുള്ളതായിരിക്കുന്നത്, ഏറ്റവും നമ്മൾ
ബഹുമാനിക്കപ്പെടുന്നത് ഭക്തന്മാരായിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ് കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾക്കൊരു കുറ്റമുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള ഭക്തി വിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അന്നായിരിക്കും നമ്മുടെ ഏറ്റവും മോശം ദിവസം. മോശം ദിവസം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും കാണുന്നുകൊണ്ടല്ല, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇങ്ങനെ ഹേമിച്ചു കൊണ്ടിരിക്കും. എനിക്ക് വല്ലാത്ത ദുഃഖമായിരിക്കുമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. വഴി കൂടെ ഞാൻ കടന്നു പോകുന്നു വണ്ടിയും കൊണ്ട്. അപ്പോൾ ഒരുത്തൻ വന്ന് എന്നെ ഒന്ന് ഇടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആ സമയത്ത് അവൻ വളരെ കെയർലെസ് ആയിട്ടാണ് ഡ്രൈവിങ്. ചിലപ്പോൾ ഞാനൊന്ന് കോപിച്ചു പോകാൻ സാധ്യത ഉണ്ട്, അല്ലേ? നീ എന്ത് നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യണേ എന്ന് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ അതിൽ ഇച്ചിരി കഠിനമായി പറഞ്ഞെന്നും ഇരിക്കും. അത് കഴിയുമ്പോൾ അപ്പോഴത്തെ ആ ചൂടിനൊക്കെ നമ്മളത് പറയും. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. നീ എന്ത് ദൈവമകനാ? നീ അങ്ങനെ പറയാൻ പാടുണ്ടോ? നീ ക്ഷമ കാണിക്കേണ്ടതല്ലേ? നീ ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കേണ്ടതല്ലേ? എന്നിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കും. ഒരിക്കലും നമുക്ക് അതിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല അവിടെ. എന്നാൽ കർത്താവിൻ്റെ നാമനിമിത്തം നാം അത് ഏറ്റെടുക്കുമ്പോൾ അല്പനേരത്തേക്ക് നമുക്കൊരു പ്രയാസം തോന്നും. എന്നാലും ഞാൻ അവൻ്റെ മുമ്പിൽ പക്ഷേ അത് കഴിയുമ്പോൾ നമ്മെ സമാധാനമായിരിക്കും ഭരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവമാണ് അവിടെ പ്രതിഫലിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ദൈവഭക്തൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷവും സമാധാനവും ഒരുത്തനും ഈ ലോകത്തിൽ കിട്ടുകയില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ദൈവത്തോട് എപ്പോഴും സിങ്ക്രണൈസ് ആയിട്ട് ഇരിക്കുകയാണ്. സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചിന്തയും എൻ്റെ ചിന്തയും ഒരുപോലെ. അപ്പോൾ എൻ്റെ അകത്ത മനുഷ്യനുണ്ടാകുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത്, പീസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പീസല്ല. അതിനെയാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് വിളിച്ചിരിക്കുന്നത്. അത് ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ മനുഷ്യന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവുമായിട്ട് ഞാൻ നിരപ്പിലിരിക്കുമ്പോഴാണ്, അവനോട് എനിക്ക് കുറ്റമില്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളം അത്യന്തം സന്തോഷിക്കുക. അത് ദൈവഭക്തനുള്ള അനുഗ്രഹമായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് 7ാമത്തെ പോയിന്റ്, മലാഖി 3:16 നമുക്ക് വായിക്കാം. ഭക്തന് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് നാം അവിടെ കാണുന്നു. മലാഖി 3:16. അതെ, യഹോവ ഭക്തന്മാരുടെ പ്രവർത്തികളെ, അവരുടെ സംസാരത്തെ നോട്ട് ചെയ്തു വയ്ക്കാൻ ദൈവം ഒരു പ്രത്യേക പുസ്തകം വെച്ചിട്ടുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. ഭക്തന്മാർ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അല്ലേ? യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവയ്ക്ക് ശ്രദ്ധ വെച്ച് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം സകലം അറിയുന്നവനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ നടപ്പിനെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇൻട്രസ്റ്റ് ദൈവത്തിന് ഭക്തന്മാരുടെ സംഭാഷണത്തിനിടയിലുണ്ട്. ഇത് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഒന്ന്, ഭക്തന്മാർ സംസാരിക്കുമ്പോൾ ആ നിലവാരം അവർക്ക് ഉണ്ടായിരിക്കും. അത് ദൈവത്തിന് കേൾക്കുന്നതിനൊരു പ്രശ്നവുമില്ല. ഇനി നമ്മളുടെ സംസാരങ്ങൾ എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കുന്നത് ദൈവം കേട്ടാൽ ദൈവം അതിൽ പ്രസാദിക്കുമോ? അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഭക്തനായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കുന്ന ഒരുത്തൻ അവൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികളെ എഴുതി ദൈവം വെക്കുകയാണ്. സ്മരണ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ഡയറി എഴുതി വെക്കുന്നത് പോലെ ദൈവം എഴുതി വെക്കുകയാണ്. അങ്ങനെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഹാമാൻ മൊർദെഖായി എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ മൊർദെഖായി ചെയ്ത ഒരു പ്രവൃത്തിയെ രാജാവ് തൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ഞാൻ വിചാരിക്കുക ദൈവവും എഴുതി വെച്ച് കാണും തൻ്റെ പുസ്തകത്തിൽ. രാജാവ് അത് മറന്നുപോയി, അതിന് പ്രത്യേകിച്ചൊരു ആക്ഷനും എടുത്തില്ല. എന്നാൽ ഏറ്റവും ഡിസൈസീവായിട്ടുള്ള ഒരു അവർ വന്നു. മൊർദെഖായിയുടെ ജീവൻ ആപത്തിലായി. മൊർദെഖായി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരുടെയും ജീവൻ
ആപത്തിലായി. അന്ന് യഹോവ തൻ്റെ സ്മരണ പുസ്തകം എടുത്തു. പറയുന്നത് കേട്ടോ, അന്ന് യഹോവ തൻ്റെ സ്മരണ പുസ്തകം എടുത്തു. രാജാവിന് അന്ന് ഉറക്കം കൊടുത്തില്ല. അവൻ ഉറങ്ങാതിരുന്നപ്പോൾ അവൻ പറഞ്ഞു, വൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, എഴുന്നേറ്റിരുന്നു ഒന്നെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ബൈബിൾ വായിക്കും, എന്തെങ്കിലും ചെയ്യും നമ്മൾ. വൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. വൃത്താന്ത പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ തൻ്റെ കണ്ണിൽപ്പെട്ടു, മൊർദെഖായി ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ഇല്ല. വിളിക്ക് ആളെ. തക്ക സമയത്ത് അവിടെ ഹാമാൻ വന്ന് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വന്നു നിന്നത്? മൊർദെഖായിനെ തൂക്കിലേറ്റാൻ. പക്ഷേ പിന്നീടുള്ള ഒരു സ്റ്റോറി അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, യഹോവയുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം ഉണ്ട്. അത് തക്ക സമയത്ത് ദൈവം തുറന്ന് പ്രവർത്തിക്കുന്നവനാണ്. അത് ഭക്തന് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അത് ഭക്തന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ദൈവം നീതിയോട് കൂടെ പ്രതിഫലം നൽകുവാൻ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. 8ാമത്തെ പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഭ ഇത് കേൾക്കണം. സങ്കീർത്തനങ്ങൾ 25:14. കഴിഞ്ഞ ആഴ്ച പ്രിയ ടിമ്മി സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ വാക്യം റെഫർ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. സങ്കീർത്തനങ്ങൾ 25:14. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 33:8 കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 33:8. അതെ, ഇവിടെ മതി. ഈ രണ്ട് ഭാഗത്തും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഭക്തന് ദൈവം കൊടുക്കുന്ന മറ്റൊരു പ്രൊവിഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. തൻ്റെ നിയമത്തെ അവരെ അറിയിക്കും. ഭക്തന്മാർ, അവിടെ ആദ്യം വായിക്കുന്നത് യഹോവയുടെ സഖിത്വം എന്ന് പറഞ്ഞാൽ കൂട്ട് ഭക്തന്മാർക്ക് ഉണ്ടാകും. തൻ്റെ നിയമത്തെ അവരെ അറിയിക്കും. ലേവിയെക്കുറിച്ച് പറയാണ്, നിന്റെ ഊറീമും തുമ്മീമും എന്താണെന്ന് നമുക്കറിയാം. വെളിപ്പാടും സത്യവും ദൈവവചനമാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെയാണ് അത് കാണിക്കുന്നത്. അത് ആരുടെ പക്കലിരിക്കുന്നു? നിന്റെ ഭക്തൻ്റെ പക്കൽ ഇരിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ ആലോചനകളെ, സ്വർഗീയമായിരിക്കുന്ന പ്രകാശനത്തെ നൽകുന്നത് ഭക്തനായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ പലപ്പോഴും പുതിയ ചിന്തകൾ ലഭിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഭക്തന്മാർ കുറയുന്നത് കൊണ്ടാണ്. ഞാൻ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ 3 ദൂതന്മാർ തനിക്ക് പ്രത്യക്ഷരായി. എന്നിട്ട് അതിൽ 2 പേർ സോദോമിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ മറ്റേ ദൂതൻ്റെ കൂടെ അബ്രഹാം നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഞാൻ അബ്രഹാമിനോട് ഇതെങ്ങനെ പറയാതിരിക്കുന്നത്? അബ്രഹാമിനോട് ദൈവത്തിന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അബ്രഹാം ഒരു മനുഷ്യനും ദൈവവുമാണ്. എന്നാൽ തൻ്റെ ഭക്തനായ അബ്രഹാമിനോട് ഉള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു പ്രയാസമുണ്ട്. എന്താണ്? ഞാനിത് പറയാതെ ചെയ്താൽ അത് തൻ്റെ നിയമത്തിന് എതിരാണ്. എന്താണ് തൻ്റെ നിയമം? തൻ്റെ നിയമത്തെ തൻ്റെ ഭക്തന്മാരെ അവൻ അറിയിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഭക്തന്മാരെ അറിയിച്ചിട്ടേ ചെയ്യൂ. വെളിപ്പാട് ഗ്രന്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവൻ തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് കാണിക്കുന്നത്. എന്താണ്? മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തൻ്റെ ദാസന്മാരെ അത് ദൈവം ആദ്യം അറിയിക്കും, എന്നിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അബ്രഹാമിനോട് അറിയിച്ചത്? അബ്രഹാം ഭക്തനായിരുന്നു. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? സോദോമിൽ ദൈവം ശിക്ഷ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മനുഷ്യൻ പറയാ, അത് വേണ്ടതാണ് കർത്താവേ, അവരതിന് യോഗ്യന്മാരാണ്, ദുഷ്ടന്മാരാണ് അവിടുത്തെ ജനമെന്നാ പറയാ. പക്ഷെ അബ്രഹാം ചെയ്തത് എന്താ? അവൻ ഭക്തനാണ്. അവൻ പോയി എന്നിട്ട് പറയാ, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കരുത്, 45, 10 വരെ ബാർഗൈൻ ചെയ്യണം അവിടെ നിന്ന്. അതാണ് ഒരു ഭക്തൻ.
അവൻ മനുഷ്യൻ നശിക്കുന്നതിൽ തൽപരൻ അല്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിന് ഒരു മനുഷ്യനും നശിക്കുന്നതിൽ താല്പര്യമില്ല. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? ഇല്ല, അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണമെന്നല്ലോ എൻ്റെ ആഗ്രഹം. അങ്ങനെ ദൈവം പറയും. ദൈവത്തിൻ്റെ ആഗ്രഹം ഒരിക്കലും മനുഷ്യൻ നശിക്കുന്നതല്ല. അബ്രഹാമിന് ആ ഹൃദയം ഉണ്ടായിരുന്നു. നമുക്കത് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കും അത് ദൈവം അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ബാർഗൈൻ ചെയ്യുകയാണ്. 10 പേരെങ്കിലും കാണുമെന്നാണ് അബ്രഹാം വിചാരിച്ചിരുന്നത്. പക്ഷേ 10 പേര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത്, അത് ചെയ്യുന്നതിന് മുമ്പേ ദൈവം തൻ്റെ നിയമത്തെ അല്ലെങ്കിൽ തൻ്റെ രഹസ്യത്തെ, തൻ്റെ വെളിപ്പാടിനെ തൻ്റെ ഭക്തന് അറിയിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ഭക്തന്മാരായിട്ട് നാം ജീവിച്ചാൽ സഭ അനുഗ്രഹിക്കപ്പെടും. അതെന്താ? ദൈവം തൻ്റെ ആലോചനകളെ നമുക്ക് നൽകും. ദൈവം വചനത്തെ നമുക്ക് പ്രകാശിപ്പിച്ച് നൽകും. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ, ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് സഭയിൽ കൂടെ ആത്മീക വർധന പ്രാപിപ്പാനായി ധാരാളമായിട്ട് അത് ഇടയാക്കി തീർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് എത്ര അംഗസംഖ്യ ഉണ്ടെന്നുള്ളതിനേക്കാൾ എത്ര ഭക്തന്മാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഭക്തന്മാരുണ്ടെങ്കിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ഒരു ഭക്തൻ ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരവിറക്കി. നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. ഒരു ഭക്തൻ. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വളരെ വിലപ്പെട്ടവരാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇടിവിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെ നേടുവാൻ ഈ ലോകത്തിൽ ഇന്ന് തൻ്റെ മക്കളല്ലാതെ മറ്റാരുമില്ല. പക്ഷെ ഇന്ന് മക്കൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്, ഭക്തിമാർഗം വിട്ട് അകന്നുപോയി ദൈവത്തിന് നമ്മെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം നമ്മളായിത്തീരുകയാണ്. പിന്നെ എങ്ങനെ നമ്മെ എടുത്ത് ഉപയോഗിക്കും? ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. എന്നാൽ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ഭക്തനോട് ഹൃദ്യമായി ഇടപെടുവാൻ നമ്മുടെ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. ഭക്തനായി ജീവിച്ചാൽ ദൈവം തൻ്റെ നിയമത്തെ നമ്മെ അറിയിക്കും. തൻ്റെ രഹസ്യങ്ങളെ, വെളിപ്പാടുകളെ ദൈവം നമ്മെ അറിയിക്കും. അപ്പോൾ എഴുതപ്പെട്ട ഈ വചനമല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും തന്മൂലം സഭകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. വിശ്വാസ സമൂഹം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെ ദൈവജനം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഭക്തന്മാർ ആവശ്യമാണ്. അവസാനമായി സങ്കീർത്തനങ്ങൾ 128 1 തൊട്ട് 4 വരെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. നമ്മളെല്ലാവരും ഈ സങ്കീർത്തനം പലപ്പോഴും വായിച്ച് ധ്യാനിക്കാറില്ല. പക്ഷേ ഈ പദം വേണ്ട പോലെ ശ്രദ്ധിക്കാറില്ല. ഈ അനുഗ്രഹം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ശരിക്കും യഹോവ ഭക്തന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. അത് ദൈവത്തെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ച് അവനെ ഭയപ്പെട്ട് നീതിയോടെ ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, വിശ്വസ്തയോടെ ജീവിക്കുന്ന, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ താഴ്മ ധരിക്കുന്ന, ദിവ്യ സ്വഭാവങ്ങൾക്ക് ഉടമയായിരിക്കുന്ന തൻ്റെ ഭക്തന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ വിശേഷണത്തിൽ തന്നെ അതൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ്? നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ. നമുക്കറിയാം, വളരെ ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുന്ന മക്കളെയാണ് അത് കാണിക്കുന്നത്. എന്താ കാരണമെന്നറിയാമോ? തൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ, ഈ മക്കളുടെ അപ്പൻ്റെ ജീവിതത്തിൽ ദൈവഭക്തി ഉണ്ട്.
അവർ ഭക്തി പഠിക്കുന്നത് സഭയിൽ നിന്നല്ല, അവർ ഭക്തി പഠിക്കുന്നത് പ്രാസംഗികരിൽ നിന്നല്ല, അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരു വലിയ അമളി എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ വാർത്തെടുക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് രണ്ട് മുഖങ്ങൾ എപ്പോഴുമുണ്ട്. സഭയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ ഒരു മുഖം, മറ്റു തലങ്ങളിൽ മറ്റൊരു മുഖം. ഈ രണ്ടാമത്തെ മുഖം പഴയ മനുഷ്യൻ്റേതാണ്, സഭയിലൊക്കെ കാണിക്കുന്നത് പുതിയ മനുഷ്യൻ്റേതാണ്. ഈ രണ്ടാമത്തെ മുഖം പിള്ളേർ ദിനവും കാണുന്നതാണ്. എല്ലാ ദിവസവും അവർ അത് കാണുന്നുണ്ട്. വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് നേരെ ചൊവ്വ നടക്കാൻ പറയാൻ പോലും ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ദൈവവചനത്തിന് വിരുദ്ധമായി വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, കുറ്റവാളിയായി തീർന്നു. ദൈവം തന്നോട് ക്ഷമിച്ചു. പക്ഷേ തൻ്റെ കുടുംബത്തിൽ പിന്നീട് അപമാനകരമായത് സംഭവിച്ചു. തൻ്റെ ഒരു മകനെ അടിച്ചു കൊന്നു. ഒരക്ഷരം മിണ്ടാൻ ദാവീദിന് നിർവാഹമില്ലാതെ. അതെന്താ കാരണം? തൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ച. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ. മക്കളോട് ധൈര്യമായിട്ടൊരു വാക്ക് പറയാൻ പറ്റുകയില്ല, ഇങ്ങനെ നടക്കടാ. അവൻ തിരിച്ച് പറയില്ലായിരിക്കും, പക്ഷെ ആദ്യം അപ്പൻ തന്നെ ഒന്ന് നന്നാക്ക്, എന്നിട്ട് ആകട്ടെ. പ്രിയമുള്ളവരെ, നല്ല കുടുംബം ഭക്തന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. കാരണം അവൻ ഒരു മാതൃകാ പുരുഷൻ ആയിരിക്കും. അവൻ്റെ മക്കൾ അവൻ്റെ ചുവടുകളെ അനുഗമിക്കുന്നതിന് അവർക്കൊരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് വളരെ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തി കുറഞ്ഞു പോകുന്നു. 9 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങളായിട്ട് കണ്ടത്. ഇതിലും അധികമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ വചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണല്ലോ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഇതിലധികം റെഫറൻസസ് ഇതിലുണ്ട്. ഞാൻ ചില റെഫറൻസ് മാത്രമാണ് വായിച്ചു പോകുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതായിട്ട്, ഇപ്പോൾ ദൈവഭക്തി എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തി എന്തുകൊണ്ട് നിർബന്ധമാണ് അല്ലെങ്കിൽ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്ന വിഷയമാണ്. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഈ വിഷയം നമ്മൾ പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്ന ഒരു ആഴമേറിയ സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും വിളിയുടെയും അർത്ഥം നമുക്ക് ശരിക്ക് മനസ്സിലാകുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ കോൾ? എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അത് നമുക്ക് ശരിക്കും മനസ്സിലാകുക ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ്. പലപ്പോഴും വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നാൽ മതി എന്നുള്ളതാണ്. സ്വർഗത്തിൽ ചെന്നാൽ മതി. അതാണ് നമ്മുടെ നല്ലൊരു പങ്ക് പാട്ടുകളും, അല്ലേ? കർത്താവ് വരും, ഞാൻ സ്വർഗത്തിൽ ചെല്ലും, അവിടെ ചെന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സത്യമാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ്. അതിലൊരു വ്യത്യാസവുമില്ല. അവിടെ നിത്യമായ സമാധാനമുണ്ട്, നിത്യമായ സന്തോഷമുണ്ട്, തീരാത്ത ഉല്ലാസങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ദൈവം നമ്മളെ ഒരു ടൂറിസത്തിന് വേണ്ടി ഒന്നും തിരഞ്ഞെടുത്തവർ അല്ല. ഏതാ? ഹെവൻലി ടൂറിസം എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഈ ഇസ്രായേലിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ, വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനം. നമ്മളൊരു തീർത്ഥാടനത്തിന് വേണ്ടി സ്വർഗത്തിലൊന്ന് കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് അതിനു വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. അതതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പറയാം, അതൊരു ബോണസാണ് വേണമെങ്കിൽ. അത് ബോണസ് മാത്രമാണ്. പക്ഷേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ പിറകിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ വിഷയം കിടക്കുന്നുണ്ട്. ആ വിഷയം ശരിയായി തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയത്വമായി തീരുന്നത്. അപ്പോൾ മാത്രമാണ് ക്രിസ്തീയത്വത്തിൻ്റെ വില നമ്മൾ ശരിക്ക് മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിത്വം ഒരു ചലഞ്ചായി തീരുന്നത്, ഒരു വെല്ലുവിളിയായി തീരുന്നത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുറേ കർമ്മങ്ങളും ആചാരങ്ങളും മതി എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ താണുപോകും. നിങ്ങൾക്കറിയാമല്ലോ,
ക്രിസ്തീയ സഭകളുടെ താഴ്ച വന്നത് മുഴുവനും തുടക്കം നന്നായിരുന്നു, പിന്നെ അങ്ങ് പതുക്കെ പതുക്കെ താഴോട്ടാണ് പോവുക. അതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് ആത്മീയമായ വലിയ സന്തോഷമൊക്കെയാണ്, കാഴ്ചപ്പാടുകൾ നല്ല ബ്രൈറ്റാണ്. പക്ഷെ ഓരോ തലമുറകൾ കഴിയുന്തോറും അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ചതിയാണ്, കുറേ കർമ്മങ്ങൾ ചെയ്താൽ ഹാപ്പിയായി. പറഞ്ഞു മനസ്സിലായല്ലോ? ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, ഞാനൊരു ഐ ഓപ്പണറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഞാനിങ്ങനെ പലതും പറയും. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് 100% വിയോജിക്കുന്നതിനോട് എനിക്ക് 1% പോലും എതിർപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്നത് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അതിൻ്റെ പേരിൽ ഒരു വിഷയവും നമ്മൾ തമ്മിൽ ഉണ്ടാവുകയില്ല. കാരണം സ്നേഹത്തിന് അങ്ങനെ ഒരു കുറവ് വരികയില്ല. നിങ്ങൾക്ക് വിയോജിക്കുവാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും ഞാൻ ചില സത്യങ്ങൾ തുറന്നു കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ തന്നെ ഒരു റിലീജിയസ് ആക്ടിവിറ്റി ഉള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സഭായോഗം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ക്ലിപ്തമായി നടക്കുന്നുണ്ട്. ടൈം കീപ്പ് ചെയ്യാൻ അതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഞാൻ അതിന് ദോഷമൊന്നും പറയുന്നില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 2 പാട്ട് പാടുക, അല്ലെങ്കിൽ 1 പാട്ട് പാടുക, ഒരാൾ പ്രാർത്ഥിക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെ ക്രമമായി. 3 പേര് ചിലപ്പോൾ തോട്ട്, ആരാധനയോഗമാണെങ്കിൽ ഒരു പ്രബോധനം 2-3 എണ്ണം, പിന്നെ സ്തോത്രത്തിന് ഒരു കുറച്ച് സമയം. നമുക്ക് ഇങ്ങനൊരു ചട്ടമുണ്ട്. ആ ചട്ടം അതിൽ തന്നെ ഒരു തെറ്റുമല്ല. പക്ഷെ ഈ ചട്ടങ്ങളല്ല നമ്മെ ഭക്തന്മാർ ആക്കുന്നത്. പിന്നെയോ ഭക്തൻ ചട്ടങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി ഈ ചട്ടങ്ങളിൽ ചില ഏറ്റക്കുറച്ചിൽ വന്നാലും ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷേ ചട്ടങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മതഭക്തന് അതൊരു ഇടർച്ചയായി തീരും. ഞാൻ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2 പാട്ട് പാടുന്നിടത്ത് 1 പാട്ട് പാടിയാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, നീ ഭക്തിയിൽ നിന്ന് കർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനാ. ദൈവത്തെ ആരാധിക്കുന്നതിന് എത്ര പാട്ട് പാടണം നമുക്ക് എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി പാട്ട് പാടണമെന്ന് നിർബന്ധമുണ്ടോ? അതുമില്ല. ബൈബിളിൽ അങ്ങനെ കമാൻഡ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷെ നമ്മൾ സമയം കീപ്പ് ചെയ്യേണ്ടതിനും എല്ലാം ഭംഗിയും ചന്തവുമായി നടക്കേണ്ടതിനും ചില ക്രമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ ഇതിലൊരു വ്യതിയാനം വരുത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നീ പതുക്കെ പതുക്കെ കർമ്മത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുക. നിന്നെ ആത്മാവല്ല നടത്തുന്നത്. കാരണം ആത്മാവിന് ഈ വക ബന്ധനമൊന്നും ഇല്ല. അറിയാതെ നമ്മൾ പതുക്കെ പതുക്കെ മതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു മതത്തിലേക്ക്. മതങ്ങളെന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് ഈ മതം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് എ റിലീജിയൻ ഈസ്. ഇങ്ങനെ ഒരു ചേഞ്ച് മോഡിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേര് പ്രബോധനം ചെയ്യുന്നതിന് പകരം ഒരാൾ പ്രബോധനം ചെയ്യുമ്പോൾ നിർത്തിയാൽ എന്താ പറ്റിയ 2 പേരും കൂടെ ചെയ്യാറുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് മതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. ഇങ്ങനെയാണ് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും ആരംഭിച്ചത്. പക്ഷേ പതുക്കെ പതുക്കെ അതൊരു മതമായി പരിണമിച്ചു. മതമായി പരിണമിക്കുമ്പോൾ സംഭവിക്കുക, ഭക്തി പുറത്തു പോകും, കർമ്മങ്ങൾ നിലനിൽക്കും. കർമ്മം ചെയ്യുന്നതിന് ഭക്തനായിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഭക്തിയുടെ ആവശ്യമൊന്നും ഇല്ല. നല്ല തലയുള്ളവൻ അത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മൾ വിശ്വാസത്തിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. വിശ്വാസത്തിൽ തന്നെ അത് അവസാനിക്കണം. അതിനിടയിൽ നമ്മൾ പല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രവൃത്തികൾ നമ്മെ ഓവർടേക്ക് ചെയ്യരുത്. പ്രവൃത്തികൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആദ്യം നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിനാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട് നമ്മുടെ സഭകളെ ഓർത്ത്. അതെന്താണെന്ന് വെച്ചാൽ, നല്ലൊരു പങ്ക് ശുശ്രൂഷകളും ആത്മാവിനാൽ നടത്തപ്പെടുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, പാട്ടുകൾ എടുക്കുക, ഇടയ്ക്ക് വെച്ച് പാട്ടുകൾ പാടുക, പ്രബോധന ചിന്തകൾ പറയുക, ഇതൊന്നും നമ്മൾ അസൈൻ ചെയ്തിട്ടല്ല നടക്കുന്നത്. സ്പോണ്ടേനിയസ് ആണ്. അത് ആത്മാവിൻ്റെ നടത്തിപ്പാണ്. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ
നമ്മൾ എത്രമാത്രം ദൈവഭക്തിയോടുകൂടി അത് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ട്. പാട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഞാൻ പാടുന്നു. എന്താ ഞാൻ പാടുന്നത്? ആർ വി റീഡിങ് ദ വേർഡ്സ്? അതോ കാണാതെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടങ്ങ് പാടിക്കൊണ്ടിരിക്കുകയാണോ? എൻ്റെ പ്രിയമുള്ളവരെ, ആ പാട്ട് നിനക്ക് ഒരു പുതിയ പാട്ടായി തീരുന്നില്ല എങ്കിൽ നിനക്ക് അതിൽ നിന്നൊരു ഭക്തിയും ഉണ്ടാക്കാൻ പറ്റുകയില്ല. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? ഇതാണ് വ്യത്യാസം. ഞാൻ പറയുന്നത്, ക്രിസ്തീയത്വത്തിൻ്റെ മഹിമ കുറച്ച് കഴിയുമ്പോൾ നഷ്ടമാകും പ്രവൃത്തികളിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാർഗറ്റ്, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ കർമ്മങ്ങളല്ല. പിന്നെയോ, വി ഹാവ് വൺ ടാർഗറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവപുത്രനെ പോലെ ആയി തീരണം. പറഞ്ഞു മനസ്സിലായോ? ആ ടാർഗറ്റ് കർമ്മങ്ങൾ കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല. കർമ്മങ്ങൾ അതിനാവശ്യമാണ്, പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. പിന്നെയോ, ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, പിന്നെയോ ക്രിസ്തു എന്നിൽ ജീവിക്കണം. പറഞ്ഞു മനസ്സിലായോ? 100% സബ്മിഷനിലേക്ക് നാം ചെല്ലണം. ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. ക്രിസ്തു എന്നിൽ വെളിപ്പെടുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ക്രിസ്തു ചെയ്തതുപോലെ, ക്രിസ്തു ചിന്തിച്ചതുപോലെ ചെയ്യുവാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടാവുകയുള്ളൂ. അതാണ് ദൈവഭക്തിയുടെ മർമ്മം നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന സത്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി നാം പഠിക്കണം. ഈ ഒരു വിഷയം അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നാൽ വേണ്ട പോലെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവഭക്തി, അതിൻ്റെ മർമ്മം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ ഏറ്റവും പൂർണ്ണമായി പെർഫെക്റ്റായിട്ട് വെളിപ്പെടുത്തി തന്ന ഒരേ ഒരു വ്യക്തി. വേറെ ഒരു വ്യക്തികളും അങ്ങനെ ഇല്ല. ഒരേ ഒരു വ്യക്തി. ദൈവം, അദൃശ്യനായ ദൈവം ആരാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ കറതീർന്ന വിധത്തിൽ വ്യക്തമായി വരച്ച് കാണിച്ചു തന്ന മഹൽ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രം ആണ്. അതുകൊണ്ടാണ് നമ്മൾ പാടാറ്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെപ്പോലെ ദൈവത്തിൻ്റെ സ്വഭാവം ഭൂമിയിൽ വരച്ച് കാണിച്ച വേറെ ഒരുത്തനും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. കുറ്റമറ്റവൻ, പെർഫെക്റ്റ്. ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രോട്ടോടൈപ്പാണ് നമ്മുടെ മുമ്പിൽ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലോ, മാതൃക. ദൈവം ഒരു മാതൃക ഉണ്ടാക്കി. ആ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവനാണ് മാതൃക. എന്താ ദൈവം ഇതിലൂടെ ചെയ്യുന്നത്? ദൈവഭക്തി നമ്മിൽ ഉളവാക്കുവാൻ, മനുഷ്യരിൽ ഉളവാക്കുവാൻ ദൈവം ചെയ്ത ഒരു മേജർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എന്തിനാ കർത്താവ് വന്നതെന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. ശരിയാണത്. സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ശരിയാണത്. ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനാണ്. ശരിയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ദൈവം ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ, ആദാമിനെ കുറിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശപരമ്പര പറഞ്ഞ അവസാനം ഒരു വാക്കുണ്ട്. ആദാം ദൈവത്തിൻ്റെ മകൻ. 2 മക്കളെ അങ്ങനെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല, എങ്കിലും ഞാൻ അങ്ങനെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു അനാദിയായുള്ളവനാണ്. എങ്കിലും മറിയയുടെ ഗർഭത്തിൽ അവൻ ഉരുവായി. ദൈവമാണല്ലോ ആ രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 മക്കൾ. ഒന്നാമത്തെ മകൻ ആദാം, ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ ആദാമല്ല, ഒടുക്കത്തെ ആദാം സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. 1 കൊരിന്ത്യർ 15 അധ്യായം, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. ഒന്നാമത്തെ ആദാമിനോട് ദൈവം എല്ലാ സൃഷ്ടിയും കഴിഞ്ഞിട്ട് അവന് അതോറിറ്റി കൊടുത്തു, അധികാരം കൊടുത്തു. എന്താണ് പറഞ്ഞത്? നീ സകല സൃഷ്ടിയുടെയും മേലെ വാഴണം. ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഭൂമിയിൽ സകലത്തിൻ്റെയും മീതെ വാഴുവാനായി ദൈവം തൻ്റെ ചെങ്കോൽ കൊടുത്ത വ്യക്തിയാണ് ആര്? ആദം, ഫസ്റ്റ് ആഡം. പക്ഷേ ആ പ്രോഗ്രാം അധികം താമസിയാതെ ഫ്ലോപ്പായി, അല്ലേ? പൊളിഞ്ഞുപോയി.
അത് ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം. അവൻ വഞ്ചിക്കപ്പെട്ടു, അത് സത്യമാണ്. എന്നാൽ ആദാം തിരഞ്ഞെടുത്തു. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല ആദാം തിരഞ്ഞെടുത്തു കേട്ടോ. അതെന്താ? നമ്മളിൽ പാപം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ട്, ആദാമിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള തള്ളലൊന്നും ഇല്ല, കേവലം പുറത്തു നിന്നുള്ള തള്ളൽ മാത്രമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദാം നോയിങ്ലി, അറിഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. അതിനുശേഷം സംഭവിച്ചാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ മകൻ എന്ന ആ സ്ഥാനം അവൻ സ്ട്രിപ്പ് ഓഫ് ആയി തീർന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് അവനിൽ നിന്ന് നഷ്ടമായി. കർത്താവ് പാപികളായ യഹൂദന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ്, അവൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം. ദൈവമകനെന്ന് വിളിക്കപ്പെടേണ്ടിയിരുന്ന ആദാം അനുസരണക്കേട് നിമിത്തം പാപം പേറുന്നവനായി തീർന്നു, മരണം ഉള്ളവനായി തീർന്നു. ദൈവത്തിൻ്റെ കാര്യപരിപാടി താത്കാലികമായി അവിടെ സ്റ്റോപ്പായി. കാരണം കർത്താവ് ആഗ്രഹിച്ചിരുന്നത് ആദാമിൽ നിന്ന് പാപമില്ലാത്ത ഒരു ജനറേഷനെയാണ്. എന്നാൽ ആദാം പാപം ചെയ്തു. അതിൽ നിന്നുണ്ടായ 2 പുത്രന്മാർ, കയീൻ, ഹാബേൽ, അവർ പ്രൂവ് ചെയ്തു പാപം ഞങ്ങളിലുണ്ട്. കാരണം ഒരുത്തനെ കൊന്നുകളഞ്ഞു. പരിപാടി അവിടെ നിർത്തി. എന്നാൽ ദൈവം തൻ്റെ അനന്തമായിരിക്കുന്ന ജ്ഞാനത്തിൽ ആ പ്രോഗ്രാം പുനരാരംഭിച്ചു. എവിടെ? കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക നിമിത്തം. റോമർ 8:15 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കാം മോനെ, 8:15. അല്ല, ശ്രദ്ധിക്കുക, ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്താ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദാസ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ എൻ്റെ ദാസന്മാരാണ്, മക്കളല്ല, ദാസന്മാരാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഇനി നിങ്ങളെ ഞാൻ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, പിന്നെയോ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ഒരു ട്രാൻസിഷൻ. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ട്രാൻസിഷൻ ഉണ്ടായി. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും, നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും. പിതാവായി തീർന്നു ദൈവം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അവരാരാണ്? മക്കളായി. മനസ്സിലായല്ലോ? ദാസ്യത്തിൽ നിന്ന് സ്നേഹിതനിലേക്കും, സ്നേഹിതനിൽ നിന്ന് മകനിലേക്കും ഒരു മാറ്റം. ഇതാണ് 1 യോഹന്നാനിൽ താൻ എഴുതുമ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടെ പറയുന്നത്. കാൺമീൻ, ആ കാൺമീൻ എന്ന വാക്കിനകത്ത് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് യഹൂദൻ പറയുമ്പോൾ അവനത് ശരിക്കറിയാം. കാരണം ഈ കാലം മുഴുവൻ ദാസനായിരുന്ന ഞാൻ ഇപ്പോൾ മകനാണ്. പറഞ്ഞ് മനസ്സിലായോ? ജാതികളായ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ മക്കളായതുകൊണ്ട് ഈ വ്യത്യാസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അവർക്കതറിയാം. അവനെ സംബന്ധിച്ചിടത്തോളം യഹോവ യജമാനനും മാസ്റ്ററും അവർ ദാസന്മാരും മാത്രം ആയിരുന്നു, പുത്രത്വം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് അവസാനിക്കില്ല. അത് നാം അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആദാമിനെയും സന്തതിയെയും പിന്നെയും മക്കളാക്കുവാൻ ഒരു പദ്ധതി ഇട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ മരിച്ചത് കേവലം നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മളെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ്. മക്കൾ, മനസ്സിലായല്ലോ? നമ്മൾ പാടാറുണ്ട് ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ. പക്ഷേ ആ വാക്കിൻ്റെ ഗ്രാവിറ്റി, വെയിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതറിയാത്തത് കൊണ്ടാണ് നല്ലൊരു പങ്ക് വിശ്വാസികളെന്ന് പറയുന്നവരും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ തെരുവിൽ ചണ്ട കൂടുന്ന പിള്ളേരോട് കൂടെ പോയി ഇരിക്കുകയും
അവരെ പോലെ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കുകയും അവരെ പോലെ ചെറ്റത്തരം പറയുകയും കൊള്ളരുതാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്ത നമ്മൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല, അല്ലേ? ആ നിലവാരമില്ല അവർക്ക്. ഞാൻ പുറത്തുള്ളവരെ അപമാനിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ മോശമായ ജീവിത രീതിയുള്ളവരെ കുറിച്ച് പറയുകയാണ്. അവരെയും നമ്മൾ നേടേണ്ടതാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ പറയാം, പക്ഷെ അങ്ങനെ നിലവാരമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങി പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അനുവദിക്കുകയുമില്ല. അതെന്താ? എൻ്റെ നിലവാരത്തിനത് ചേർന്നതല്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനം നമുക്ക് നൽകിയാൽ ദൈവത്തിൻ്റെ നിലവാരത്തേക്കാൾ കുറഞ്ഞ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. പക്ഷേ പറ്റുന്നുണ്ടോ? ഓ, ധാരാളം, അല്ലേ? ധാരാളം. എവിടെയാ പ്രശ്നമെന്നറിയാമോ? പ്രശ്നം ഞാൻ ആരാണെന്നുള്ള ബോധം ശരിക്ക് ഇല്ല. അവിടെ പ്രശ്നം. ദൈവം എന്തിനെന്നെ വീണ്ടെടുത്തേ? എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അല്ല പ്രിയമുള്ളവരെ, അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കൾ വസിക്കേണ്ടത് തൻ്റെ ഭവനത്തിലായതുകൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി എന്ന് പറയുന്നത് അനേക മക്കളെ ഇവിടെ നിന്നും ഉളവാക്കുക എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായോ? തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള അനേക മക്കളെ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. അതിൽ കുറഞ്ഞൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നിലവാരത്തെക്കാളും നമ്മൾ താഴ്ന്ന് പോവുകയാണ് പ്രിയമുള്ളവരെ. അത് പാടില്ല, അത് പാടില്ല. അതിന് കാരണം നമ്മുടെ പിതാവിനെ നാം അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലവാരത്തിലേക്ക് നാം ഉയരണം. ഞാൻ ദൈവമകനായി തീർന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. അത് ആത്മീകമായ മാറ്റമാണ്. എന്നാൽ ഞാൻ അവൻ്റെ മകനായി തീരണം എൻ്റെ ജീവിതത്തിലെ സമർപ്പണത്താലും മാറ്റത്താലും. പറഞ്ഞ മനസ്സിലായോ? ദാറ്റ് ട്രാൻസ്ഫർമേഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ് ഇൻ അവർ ലൈഫ്. അത് സംഭവിക്കാത്തിടത്തോളം ദൈവമകനാണെന്ന് പറയുന്നതിൽ യാതൊരു മൂല്യവും ശരിക്കും കാണാൻ കഴിയില്ല. പൊസിഷണലി വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, ബട്ട് പ്രാക്ടിക്കലി വി നീഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ പർപ്പസ് ഈസ് ടു ബിക്കം ലൈക്ക് ഹിസ് സൺ. അവൻ്റെ മകനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ് പർപ്പസ്. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്, അതായിരിക്കണം നമ്മുടെ വിളി. അതിനായിട്ടാണ് നാം ഓടേണ്ടത്. അടുത്ത ആഴ്ച നമുക്ക് ഇക്കാര്യം കൂടുതൽ വ്യക്തമായി പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.